ഈ ആസനം മാറ്റി ഡാൻസ് കളിക്കുന്നവർക്ക് എത്ര മാർക്ക് കൊടുക്കാം? സാധാരണ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചാൽ 100-ൽ 100 മാർക്ക് കൊടുക്കാം. ഇതൊരുമാതിരി മാങ്ങൻ്റെ ഉള്ളിൽ അണ്ടി ഒളിഞ്ഞിരിക്കുന്നത് പോലത്തെ ഡാൻസ്. ശരിയില്ല. ഏത് മതവിശ്വാസികൾ ആയിക്കൊള്ളട്ടെ, ശരീരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കാണിച്ചുകൊണ്ട് കളിക്കണം. അപ്പോഴാണ് ഒരു രസമുണ്ടാവുകയുള്ളൂ. കാരണം ഡാൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു കലയാണ്. അത് പല വിധത്തിലും രസിക്കാറുണ്ട് ആൾക്കാർ. ഇസ്ലാം മത വിശ്വാസികളോട് പറയുന്നു, ഇതുപോലെ ഹിജാബ് ഇട്ടുകൊണ്ട് ആ ഹിജാബ് ധരിച്ച മുഖത്ത് ലൈംഗിക ചേഷ്ടകൾ വരുത്തിക്കൊണ്ട് ഡാൻസ് കളിക്കരുത് എന്ന്. കാരണം അത് ആ ഹിജാബിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അതുമാത്രമല്ല, ഹിജാബ് പവിത്രമാണ്. യോഗ്യത ഇല്ലാത്തവരുടെ തലയിൽ ഹിജാബ് കയറിയിരുന്നാൽ ആ ഹിജാബിൻ്റെ പരിശുദ്ധി അവിടെ നഷ്ടപ്പെടും. നിങ്ങൾ ഹിജാബ് ഒരു കളി ഹരമല്ലേ? ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കുറച്ച് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് ഡബിൾ കിക്കാണ്. എന്താണ് താത്തമാരെ, ഇതൊന്നും അറിയാണ്ടാണോ ഹിജാബ് എന്ന വലിയ ഭാരം തലയിൽ കമിഴ്ത്തിക്കൊണ്ട് ഈ കളിക്കുന്നത്? ഹിജാബിനെ പവിത്രമായി കാണുന്നവർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തെറി പറഞ്ഞെന്ന് വരും. അവർ നിങ്ങൾ കളിക്കുന്ന ഡാൻസിനെയോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആഘോഷത്തിനെയോ അവർ വെറുക്കുന്നില്ല. മറിച്ച് അവർ തെറി പറയുന്നത് ഹിജാബ് നിങ്ങൾ ധരിച്ചുകൊണ്ട് ഹിജാബിന് വിപരീതമായി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ചില ഇസ്ലാം മത വിശ്വാസികൾ നിങ്ങളെ തെറി പറയുന്നത്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ കളി. ചില ഉസ്താദുമാർ ഇത് പ്രസംഗ രൂപേണ പറയാറുണ്ട്. അവർ വ്യക്തമായി പറയാതെ നിങ്ങൾ ഓണം ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്നാണ് ഈ ഉസ്താദുമാർ പറയുന്നത്. വിവരമില്ലാത്ത ഉസ്താദുമാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, തലയിൽ ഹിജാബ് ഇട്ട് ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ തുള്ളരുത്. നിങ്ങൾ ഇതെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ പോയി തുള്ളൂ. ആസനം പെട്ടപ്പിച്ചുകൊണ്ട് തുള്ളി കളിച്ചോ, ഒരു പ്രശ്നവുമില്ല ഇസ്ലാം മത വിശ്വാസികൾക്ക്. പക്ഷേ ഹിജാബിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിലെ പവിത്രമായ സ്ത്രീകൾക്ക് ഇത് കാണുമ്പോൾ അവരുടെ ഇടനെഞ്ചി പൊട്ടിപ്പോകും. അതുകൊണ്ട് പ്രിയമുള്ള താത്താമാരെ, നിങ്ങൾ ഹിജാബിനെ വലിച്ചൂരിക്കളയൂ. എന്നിട്ട് നിങ്ങൾ ആസനം പെടപ്പിച്ചുകൊണ്ട് കളിക്കൂ. നിങ്ങൾ ആരും കുറ്റം പറയില്ല. ഇസ്ലാം മത വിശ്വാസികൾ ആരും കുറ്റം പറയില്ല. ധൈര്യമായി കളിച്ചോ. ഈ ഹിജാബ് ഇട്ട് ആസനം പെടപ്പിച്ചുകൊണ്ട് കളിക്കുന്ന ഈ താത്തമാരെ ഉണ്ടാക്കിയ തണ്ടന്മാർ ഇസ്ലാം മതം ഉപേക്ഷിച്ചവർ ആയിരിക്കും. ഈ നാറികൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുമ്പോൾ ഇസ്ലാം മതത്തിലെ നിങ്ങളുടെ പേരും ഉപേക്ഷിക്കൂ. വസ്ത്രധാരണ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വസ്ത്രധാരണയും മാറ്റിക്കൊടുക്കൂ. ഇസ്ലാം മതത്തിൽ നിന്നും പോയിക്കൊണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ആ ഇസ്ലാം മതത്തിൻ്റെ രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഫോളോ ചെയ്യുന്നത്? ഇസ്ലാം മത വസ്ത്രധാരണയും നിങ്ങൾ ഉപേക്ഷിച്ച് കളയൂ. ആ വസ്ത്രധാരണം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കൂ ഇതുപോലെ ആസനം പഠിപ്പിക്കുന്ന ഡാൻസ് കളിക്കാൻ. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർ വേദനിക്കുന്നത് പവിത്രമായ ഹിജാബ് തലയിൽ വെച്ചുകൊണ്ട് ആസനം പഠിപ്പിക്കുന്ന ഡാൻസ് കാണുമ്പോൾ യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികളുടെ ഉള്ളു പെടഞ്ഞു പോകും. ഈ രാജ്യത്ത് ഏത് മതവിശ്വാസിക്കും എങ്ങനെ വേണമെങ്കിലും ഡാൻസ് കളിക്കാം, ആരും ഒന്നും പറയില്ല. പക്ഷേ ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ആ മതം എതിർക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം മതവിശ്വാസികൾ മോശമായ കമൻ്റ് ഇടുന്നത്. അപ്പോൾ നല്ലവരായ ഈ ഡാൻസ് കളിക്കുന്ന താത്താമാരെ, നിങ്ങൾ ഏത് സെലിബ്രേഷൻ വന്നാൽ എൻജോയ് ചെയ്യൂ, ആരും ഒന്നും പറയില്ല. പക്ഷെ നിങ്ങൾ ഒരു മതത്തെ ഉൾക്കൊള്ളുന്ന വസ്ത്രധാരണ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ള താത്താമാരെ, ഈ ആസനം പഠിപ്പിച്ചുകൊണ്ടുള്ള ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹിജാബ് അഴിച്ചു മാറ്റൂ. എന്നിട്ട് ധൈര്യപൂർവ്വം കളിക്ക്. എല്ലാവരും നിങ്ങൾക്ക് കട്ട സപ്പോർട്ടിനുണ്ടാവും. ഓക്കെ.